ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്തുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ചപ്പയറിൻ്റെ ദാൾ വെച്ചിട്ടുള്ള ഒരു പിസ്സ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാം. രാത്രി ഞാൻ 2 ഗ്ലാസ് മൂങ് ദാൾ പൊതിർത്തിട്ടുണ്ടാഞ്ഞ് അങ്ങനെ നമ്മൾ സ്വബയ്ക്ക് കഴുകി മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതെങ്ങനെ അരക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് 2 പ്രാവശ്യമാക്കിയിട്ട് ഞാൻ അരച്ചിട്ടെടുത്തിന്. നന്ന വെള്ളമായിട്ട് ഇറക്കാൻ പാടില്ല. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടെടുക്കണം. 2 പ്രാവശ്യമാക്കിയിട്ട് ഇതേമാതിരി നോക്കി ഇതേമാതിരി അരച്ചിട്ടെടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഇത് അരച്ചിട്ടെടുത്ത് പിന്നെ ഉപ്പിട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. നോക്കാം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഞാൻ വെജിറ്റബിൾ മുറിച്ചിട്ടെടുത്ത് ഇങ്ങനെ റൗണ്ടിലാക്കിയിട്ട് മുറിച്ചിട്ടെടുത്താലും മോശമില്ല. ഇങ്ങനെ സലാഡ് കണക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലും മോശമില്ല. ചിക്കൻ, ഉള്ളി, ക്യാരറ്റ്, കൊത്തമീർ അത്ര ഞാൻ ചെറുങ്ങനെ മുറിച്ചിട്ടെടുത്തിന്. പിന്നെ ഒരിഗാനോ, പിസ്സ മസാല, കാലിമിരി, ഉപ്പ്, പിന്നെ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുത്ത് കോഴി വേണം കോഴി ഇടാം, പനീർ വേണം പനീർ ഇടാം. ഞാൻ വെജിറ്റബിളിൻ്റെ ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഇല്ലേ 10 റുപ്യക്ക് ഇവിടെ കിട്ടുന്നത്. നാട്ടിൽ കിട്ടുന്നതെന്ന് അറിയാലോ. മുംബൈയിൽ ഇപ്പോൾ 30 റുപ്യക്ക് കിട്ടുന്നത്. എരികെ കൂട്ടാവോ കുത്തിയ മുളക് ഒരിഗാനോ എല്ലാം 10 റുപ്യക്ക് കിട്ടുന്നു. പിന്നെ ഈ പനീറില്ലേ ഞാൻ എടുത്തിന്. ഇത് പീടികയിൽ നിന്ന് കിട്ടുന്നു പനീർ. അതിനെ ഞാൻ പൊടിച്ചിട്ട് എടുത്തിന്. പനീറിൻ്റെതാക്കുന്നത് ഞാൻ പനീറിനില്ലേ 1/4 കിലോന് 90-100 റുപ്യ ഉണ്ട്. ഞാൻ 1/4 കിലോ 250 ഗ്രാം കൊണ്ടുവന്നതിന്. അതിനെ പൊടിച്ചിട്ട് എടുക്കണം. ഈ ദോശ കണക്കെ വീത്താൻ പാടില്ല. തടിങ്ങനെ വീത്തിയിട്ട് എടുക്കണം. പിന്നെ അതിൻ്റെ മേലേക്ക് പിസ്സ മസാല തേച്ചിട്ട് ഈ പനീർ പിന്നെ പൊടിച്ചിട്ട് ഇടണം. നോക്കി ഇതേമാതിരി. പിന്നെ ഞാൻ ഈ മസാല ആക്കിയിട്ട് വെച്ചില്ലേ സലാഡ് ടൈപ്പ്, അതിനെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇതേമാതിരി നോക്കല്ലേ. പിന്നെ അതിൻ്റെ മേലേക്ക് ഉപ്പ മസാല അങ്ങനെ പേത്തിയാൽ മസാല. പിന്നെ തക്കാളി ഞാൻ റൗണ്ടിലാണ് ഗോള് മുറിച്ചിട്ട് വെച്ചിന്. എന്താ മസാല കിട്ടിയിട്ട് തക്കാളി കൊടുത്തിട്ട് എന്താ വെള്ളമായി പോയിട്ട് റൗണ്ട് മുറിച്ചിട്ട് ഒരു സൈഡിൽ വെച്ചു. ഇതിൻ്റെ മേലേക്കില്ലേ പനീർ ഇട്ടിട്ട് കൊടുത്തിന്. നോക്കല്ലേ ഇതേമാതിരി കുറച്ച് മൂടിയിട്ടാക്കും. പിന്നെ ഇല്ല എടുത്തേ പിന്നെ ഇല്ലേ ഇതേമാതിരി 1 സ്പൂണില്ലേ നെയ്യ ബട്ടറ തവക്കത്ത് ഇട്ടിട്ട് കൊടുത്തെങ്കിൽ 1 സ്പൂണ് നോക്കുന്നത്. പിസ്സ റെഡി. ഇതേമാതിരി റൗണ്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ നോക്കല്ല. നല്ല ടേസ്റ്റിങ് ഒന്നും ഉണ്ടാക്കിയിട്ട് വെക്കും. നല്ല താക്കത്തിനൊക്കും. മൈദയിലെന്തൊക്കെ ഇതില്ലല്ലോ താക്കത്ത് അങ്ങനെ എന്തോ ഇതെല്ലാം പൊടി. ഇത് നല്ലത് പുരയിൽ അരച്ചിട്ടുണ്ടാക്കിയെങ്കിൽ പിസ്സ ടൈപ്പ് തന്നെ. ഇത് പിന്നെ ഒന്ന് ടൈപ്പിൽ ഞാൻ ഉണ്ടാക്കുന്നു. എനിക്ക് ഇതേമാതിരി 2 സ്പൂൺ ചമ്മച്ച 2 സ്പൂൺ ഇങ്ങനെ വീത്തി കൊടുക്കണം, ഒഴിച്ചിട്ട് കൊടുക്കണം. നന്ന പെരത്തണ്ട, അത് തിളപ്പായി പോകും. പിന്നെ ഈ പിസ്സ മസാല തേച്ച് കൊടുക്കണം. ഇതേമാതിരി എല്ലാ സ്ഥലവും തേച്ച് കൊടുക്കണം. പിന്നെ ക്യാപ്സിക്കം വെക്കണം. ഇത് ഞാൻ റൗണ്ടിലോ മുറിച്ചിട്ട് എടുത്തിനാ. ഷിംല മിർച്ചി, തക്കാളി, ഉള്ളി നോക്കി ഇതേമാതിരി വെച്ചിട്ട് പിന്നെ പനീർ പൊടിച്ചിട്ട് ഇടണം. പനീർ ഇട്ടിട്ട് കഴിഞ്ഞ് പിന്നെ പിസ്സ മസാല ഇടണം മുകളിലേക്ക്. പിന്നെ ചീസ് ഇട്ടിട്ട് കൊടുത്താൽ മതി. തവക്കത്ത് ബട്ടറ നെയ്യ് 1 സ്പൂൺ ഇട്ടിട്ട് കൊടുക്കണം. നോക്കൂ റെഡിയായി. ഹെൽത്തി ഫുഡ്, നല്ലത്. മൈദേനം കാട്ടി നല്ലത്. ഇത് കഴിക്കാനും ടേസ്റ്റ്, ഉണ്ടാക്കാൻ എളുപ്പം. പുതിയതായിട്ട് ആരെയും കാണുന്നു ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും.